ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രതീക്ഷ പറഞ്ഞ സോണി പ്രോജക്റ്റ് വരുന്നത്. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, വെനം 3 വലിയൊരു സംഭവം ചെയ്യാൻ പോവാണ്. നള്ളു വരാൻ പോവാ. നള്ളിനെ കൊണ്ടുവരാണെങ്കിൽ അതൊരു ചെറിയ പരിപാടി ആയിരിക്കില്ല, കുറച്ച് വലിയൊരു പരിപാടി ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു പടത്തിന്റെ കാര്യം ഗുദാഹവ നശിപ്പിച്ച് മൊത്തം സ്പൈഡർ യൂണിവേഴ്സ് നശിപ്പിക്കുമെന്ന് തോന്നണേ. ഈ ഒരു സോണി യൂണിവേഴ്സിലേക്ക് നള്ളിനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് കുറെ റൂമറൊക്കെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മളാരും അത് കാര്യമാക്കിയില്ല. പക്ഷെ വെനം 3 ട്രെയിലർ വന്നപ്പോൾ ദേ പറഞ്ഞ ആള് പുല്ല് കണ്ടപ്പോൾ തന്നെ ഷോക്കായി. ഇവന്മാരിത് എന്ത് കണ്ടിട്ടാണ് നള്ളിനെ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഈ ഒരു പടത്തിൽ ശരിക്കും ആരാ വില്ലൻ? ഇനി നള്ളാണെങ്കിൽ ഇതങ്ങനെ വർക്കൗട്ട് ആവും. വെനത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ക്യാരക്ടറൊന്നും അല്ല നള്ള്. മൊത്തം അവഞ്ചേഴ്സ് ഇറങ്ങി എന്നിട്ട് നള്ളിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്ലാന്റിന്റെ മോസ്റ്റ് പവർഫുൾ വെപ്പണായിരുന്ന സെൻട്രീനെ നള്ളിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇറക്കിയിട്ട് പോലും സെൻട്രീനെ വലിച്ചു കയറി കൊന്നു കളഞ്ഞ ക്യാരക്ടറാണ് നള്ള്. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറിനെ വെനത്തിന്റെ ഓപ്പോസിറ്റായി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ വെന എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. കോമിക്സിൽ അത് തന്നെയാണ് കാണിക്കണേ. എങ്ങനെയൊക്കെ നോക്കിയാലും വെനത്തിനെതിരെ നള്ളിനെ കൊണ്ടുവന്നിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇനി ഈ ഒരു പടത്തിൽ മെയിൻ വില്ലനായിട്ട് ആ ക്യാരക്ടറിനെ ഇറക്കിയ ആ ക്യാരക്ടർ ഒരു നോർമൽ ത്രെറ്റ് ആയി പോകും. നല്ലൊരു പ്ലാനറ്റ് ലെവൽ ത്രെറ്റ് ആണ്. ആ ക്യാരക്ടർ എർത്തിൽ വന്നു കഴിയുമ്പോൾ ലിറ്ററലി മൊത്തം പ്ലാനറ്റിനെ ടേക്ക് ഓവർ ചെയ്യും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നണേ വെനം 3 ഒരു കറക്റ്റ് വില്ലൻ ഉണ്ടാവില്ല എന്നാണ്. ട്രെയിലർ ഫുള്ള് നമ്മൾ കണ്ടിട്ട് സിനഫേജ് എന്നൊരു ക്രീച്ചറിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. സിനഫേജ് എന്ന് പറഞ്ഞ ഒരു സിംബിയോട്ട് കില്ലിംഗ് ക്രീച്ചറാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ഇവിടെ ആ ക്രീച്ചറിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നള്ളിന്റെ അടിയാൾക്കളായിട്ടാണ്. പ്രോബബ്ലി ഈ ക്യാരക്ടർ ഒരു സിംബിയോട്ട് തന്നെയായിരിക്കും. ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ നള്ളാണ് സിനഫേജിനെ എർത്തിലേക്ക് വിട്ടേക്കണേ. അതല്ലാണ്ട് സിനഫേജിനെ കാണിക്കുന്നത് ക്ലിൻഡാറിലാണ്. ക്ലിൻഡാർ എന്ന് പറഞ്ഞ സിംബിയോട്സിന്റെ പ്ലാനറ്റ് ആണ്. അവിടെയാണ് നള്ളുള്ളത്. സോ നള്ളിന്റെ ക്രിയേഷൻ ആയതുകൊണ്ട് തന്നെ സിനഫേജും ഒരു സിംബിയോട്ട് തന്നെയായിരിക്കും. ഈ ഒരു സിനഫേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പടത്തിൽ പറയാൻ പറ്റിയൊരു വില്ലൻ ഓർവൽ ടൈലർ ആണ്. പിന്നെ വെനത്തിന് ഓപ്പോസിറ്റായി വരാൻ പോണത് പാട്രിക് മുള്ളിഗൺ ആയിരിക്കും. ഈ ക്യാരക്ടറാണ് കോമിക്സിൽ ടോക്സിൻ ആണ്. പക്ഷെ ഇവിടെ ടോക്സിൻ ആയതൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ ടോക്സിൻ തന്നെയാണോ വരാൻ പോണതെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് വെനം 3 ഒരു ഓട്ട മത്സരമായിരിക്കും എന്നാണ്. കാരണം സെനിഫേജും ഓർവൽ ടൈലറും ടോക്സിനും ഒക്കെ ഇവിടെ വെനത്തിന്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർവൽ ടൈലറും പാട്രിക് മുള്ളിഗണും മിക്കവാറും ഒരു ടീമായിരിക്കും. നള്ളു വരാൻ പോണതിനെ കുറിച്ച് മുള്ളിഗൻ അറിയാം. അതുവഴിയായിരിക്കും ഡോക്ടർ പൈന് നള്ളിനെ കുറിച്ച് മനസ്സിലാവണേ. ആ ക്യാരക്ടർ എഡ്ഡിനോട് പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച, അതായത് വെനവും എഡ്ഡിയും ഒരുമിച്ച ഈ വേൾഡ് സർവൈവ് ചെയ്യില്ലെന്ന്. സോ വരാൻ പോണത് ഒരു വലിയ ത്രെറ്റാണ്. സിംബിയോട്സിന്റെ ക്രിയേറ്ററാണ് നള്ളാണ്. നള്ളെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു ഗോഡാണ്. അതുപോലെ ഡോക്ടർ പൈൻ പറയുന്ന വേറൊരു കാര്യമാണ് സിംബിയോട്സ് ഇവിടെ വന്നത് ആക്സിഡന്റലി അല്ല എന്നുള്ളത്. അവർ ഓടി രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ നള്ളു വെനത്തിനെ അടക്കം എല്ലാ സിംബിയോട്സും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ കൊന്ന് എന്തോ എടുക്കാൻ വേണ്ടി സിനഫേജിനെ പറഞ്ഞു വിട്ടേക്കാം. ഇതുവരെ വെനത്തിന്റെ ബാക്ക് സ്റ്റോറി എന്നാണ് നമുക്ക് കാണിച്ചതെന്നുള്ള അത് ഈ ഒരു പടത്തിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോരാത്തതിന് എനിക്ക് തോന്നുന്നത് വെച്ച് നള്ളെന്നൊരു ബിഗ് ത്രെറ്റിന് ഈ ഒരു പടം ഒരു ബേസ് ഇടും. പോസിബിളി പടത്തിന്റെ എൻഡിലോ അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ്സിലോ നള്ളു കളത്തിലിറങ്ങും. ഇതൊരു സാധാരണ പടമായിരിക്കില്ല, എന്തോ വരാൻ പോണതിന്റെ തുടക്കമായിരിക്കും. അത് വെച്ച് ഈ യൂണിവേഴ്സിന് അടിപൊളി എൻഡിങ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എൻഡിങ് ഡിസേർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നള്ള്. ഇങ്ങനൊരു യൂണിവേഴ്സിന്റെ കഥ പറയുമ്പോൾ അതിൽ നള്ളിനെ എക്സ്പ്ലോർ ചെയ്യൽ വേർത്താണ്. മൊത്തം സിംബിയോട്സിന്റെയും ക്രിയേറ്ററാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഫൈറ്റ് ചെയ്തേക്കുന്ന സെലസ്റ്റിയൽസിന്റെ ഒക്കെ കൂടെയാണ്. അതിലൊരു സെലസ്റ്റിയലിനെ തല എടുത്തുണ്ട്. ആ ഒരു തല എടുത്തത് ഒരു സ്വാഡ് വെച്ചിട്ടാണ്. ആ സ്വാഡ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് തന്റെ നിഴലിന്നാണ്. ആ സ്വാഡിന്റെ പേരാണ് നെക്രോസ്വാഡ്. ഇവിടെ നള്ളിനെ കൊണ്ടുവരാണെങ്കിൽ നെക്രോസ്വാഡിന്റെ ട്രൂ പവർ നമുക്ക് എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റും. എംസുവിൽ ഗോഡ് ബുസ്റ്ററിന്റെ കയ്യിൽ നെക്രോസ്വാഡ് നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് വേസ്റ്റ് ആയി കളഞ്ഞു. എൻ്റെ ഒരു ഇതനുസരിച്ച് ആ ഒരു പടം തന്നെ വേസ്റ്റ് ആണ്. എന്നാൽ ഇവിടെ നള്ളിനെ വേണ്ട രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിംബിയോട്ട് എന്ന് അറിയപ്പെടുന്ന നെക്രോസ്വാഡും കാണാൻ പറ്റും. അതൊക്കെ അതിന്റെ എക്സ്ട്രീം സെറ്റപ്പിൽ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ കാണാത്തൊരു ടൈപ്പിലുള്ള അടിപൊളി സിനിമ സോണിയുടെ സൈഡിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് സോണിയാണ്. അത് ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ടെന്നുള്ളതാണ് സത്യം. അവർക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കിങ് ഇൻ ബ്ലാക്ക് സ്റ്റോറി ലൈൻ ചെറിയൊരു മാറ്റം വരുത്തി ബാക്കിയൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നാലും പടം ഹിറ്റാണ്. ഇത്തവണയെങ്കിലും ഈ പൊട്ടന്മാർക്ക് ബോധം വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് സോണിയുടെ നൾ വെർഷനായിരിക്കും. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആ ഒരു കോമിക്സ് അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പക്ഷെ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ സോണിക്ക് പറ്റൂല. അതിന് എംസിയുടെ ഹെൽപ്പ് കൂടി വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അതിൽ അവഞ്ചേഴ്സ്, എക്സ്മെൻ തുടങ്ങിയ സകല ക്യാരക്ടേഴ്സ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. പോരാത്തതിന് ജീൻ ഗ്രേക്ക് ഒരു അടിപൊളി ഇൻട്രോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം ഡയറക്റ്റ് കോമിക്സ് വെച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇമ്പോസിബിൾ ആണ്. സോണിക്ക് അവരുടെ ഹീറോസിലേക്ക് സ്റ്റോറി ഓൾട്ടർ ചെയ്യേണ്ടി വരും. പക്ഷെ മെയിൻ പ്ലോട്ടും നള്ളിന്റെ ആർക്കും എല്ലാം ഡയറക്റ്റ് വെച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. എംസിയുവിൽ താനോസിനെ കവച്ചു വെക്കാൻ ഇതുവരെ ഒരു ത്രെറ്റ് വന്നിട്ടില്ല. ഡോക്ടർ ഡൂമൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. മൾട്ടിവേഴ്സ് ആകെ തീരാൻ പോകുമ്പോഴും താനോസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. താനോസ് എംസിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നും അത്ര ചെറുതല്ല. അതുപോലെ ഒരു ഐറ്റം ലൈവ് ആക്ഷനിൽ പടച്ചു വെക്കാൻ ഇനി എംസിയുക്ക് പോലും പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നള്ളിനെ പോലെ ഒരു ക്യാരക്ടറിനെ കുറച്ച് ടെററായിട്ട് ഒരു ആവറേജ് സ്റ്റോറിയിൽ കറക്റ്റായി പ്ലേസ് ചെയ്താൽ പോലും സോണിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ ലിറ്ററലി ഒരു ഗോഡിനെയാണ് അവർ എർത്തിലേക്ക് ഇറക്കി വിടാൻ പോണേ. അത് വെച്ച് നോക്കുമ്പോൾ കുറെ ടെറർ സാധനങ്ങളൊക്കെ സോണിക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ അതിന് സോണി കുറെ മെനക്കെടേണ്ടി വരും. താനോസിനെ എംസിയുവിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2012-ലാണ്. ആ ക്യാരക്ടറിന് ഒരു സോളോ ടൈറ്റിൽ കിട്ടുന്നത് 2018-ലും.
അത്രയും ടൈം എടുത്താണ് അവർ ആ ഒരു വില്ലനെ ബിൽഡ് ചെയ്തതും ആ ഒരു വില്ലന് വേണ്ടി ഒരു കഥ ഉണ്ടാക്കിയതും. എന്നാൽ സോണി ആകെ ചെയ്തത് ലെറ്റ് ദെയർ ബി കാർണേജിന്റെ അവസാനം ഹൈവമെന്റിനെ കുറിച്ചൊരു ഡയലോഗ് ഇട്ടതാണ്. അവരിത് നേരത്തെ പ്ലാൻ ചെയ്തിറങ്ങി അബ്സല്യൂട്ട് കാർണേജിന്റെ സ്റ്റോറി ഷേപ്പിൽ ലെറ്റ് ദെയർ ബി കാർണേജ് അവതരിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കാർണേജിനെ കൊല്ലാണ്ട് വെച്ചിട്ട് നള്ളിന്റെ എൻട്രിക്ക് വേണ്ടി ഒരു ബേസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ വനത്തിന്റെ അവസാന സോളോ മൂവിക്കകത്തൂടെ നള്ളിനെ കൊണ്ടുവരാൻ പോകാണെന്നും പറഞ്ഞു. ആ ഒരു യൂണിവേഴ്സ് ആക്ച്വലി നള്ളിനെ പോലെ ഒരു വലിയ ത്രെറ്റിനെ ഫേസ് ചെയ്യാൻ പാകത്തിന് ഡെവലപ്പ് ആയിട്ടില്ല. ആദ്യം സോണി നള്ളിനെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണം. അതിന് വെനം 3 ഒരു ബേസാക്കി യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നള്ളിനെ കൊണ്ടുവരുന്നതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു 2 പടം കൂടി ഇറക്കി വിട്ടിട്ട് നള്ളിനെ മെയിൻ ക്യാരക്ടറിൽ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും. ആ ക്യാരക്ടറിനെയും ആ ക്യാരക്ടറിന്റെ സ്റ്റോറി ലൈനെയും ഒരു മൂവി കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. കാര്യം കോമിക്സിൽ നള്ളിനെ കൊണ്ടുവന്ന ഒരു വലിയ ആർക്ക് ഉണ്ടാക്കിയത് ഒരു മിനി സീരീസിലാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ബേസ് നേരത്തെ ഇട്ടുണ്ടായിരുന്നു. കൂടാണ്ട് ആ ഒരു മിനി സീരീസിൽ അനാവശ്യമായിട്ടുള്ള സപ്ലോട്ടോ സീൻസോ ഒന്നും അങ്ങനെയൊന്നുമില്ല. നള്ള് ടേക്ക് ഓവർ ചെയ്ത വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറെ കോമിക്സിലെ സ്റ്റോറീസും അല്ലെങ്കിൽ ടൈംസ് ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കിങ് ഇൻ ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു മെയിൻ സ്റ്റോറി മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നള്ളിനെയും വെനത്തിനെയും കുറിച്ച് തന്നെയാണ്. ആ ഒരു കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസിന് ഒരു ഹോപ്പ് ഇല്ലാത്തടത്തുനിന്നാണ് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു ബേസ് സോണി യൂണിവേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പായിട്ടും ആ ഒരു ക്യാരക്ടറെ ലോർ എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ. വെനം ലാസ്റ്റ് ഡാൻസ് കഴിഞ്ഞിട്ട് നള്ളിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു മൂവി കൊണ്ടുവരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സോണി അത് നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നള്ളിനെ കാണിക്കേണ്ടിയും വരില്ല. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് സോണിയുടെ കയ്യിലിരിക്കുന്ന നള്ളിന്റെ അവസ്ഥ. ഒന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറിക്കഴിഞ്ഞാൽ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കണതായിരിക്കും പറ്റുക. MCU ആയിട്ട് കണക്ട് ചെയ്ത് ഇവർക്ക് ഇതൊരു വലിയ ഈവന്റ് ആയിട്ട് പുഷ് ചെയ്യാറുണ്ട്. അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ MCU സമ്മതിക്കണം. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ MCU അതൊരു വലിയ ഈവന്റ് ആയിട്ട് പുഷ് ചെയ്യായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ വെനത്തിനെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒറിജിനൽ അവഞ്ചേഴ്സ് ഇല്ല, ആകെയുള്ളത് തോർ ഹുൽക്കുമാണ്. ഓഡിയൻസിന്റെ ഫാൻ ബേസ് ചോദിക്കഴിഞ്ഞാൽ ഒറിജിനൽ അവഞ്ചേഴ്സും സ്പൈഡർമാനും ഒക്കെ ആയിരിക്കും ആ ഒരു ലിസ്റ്റിൽ അധികമായിട്ട് ഉണ്ടാവണത്. സോ നിലവിലെ സിറ്റുവേഷൻ വെച്ച് വേറെ ആർക്കും അത്ര വലിയ ഫാൻ ബേസ് ഒന്നുമില്ല. ഈ സമയത്ത് വെനത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോരാത്തതിന് ക്യാപ്റ്റൻ മാർവൽ, തോർ, ഹൽക്ക് എന്നീ ക്യാരക്ടേഴ്സിനെ മെയിൻ സ്റ്റോറിയിൽ ഇറക്കാനും പറ്റും. പക്ഷെ നള്ള് ഇന്നോവേറ്റബിൾ ആയി നിൽക്കണോണ്ട് തന്നെ കോമിക്സിൽ കാണിക്കണ പോലെ ഒരു പുതിയ ഹോപ്പ് കൊടുത്ത് വെനത്തിനെ യൂസ് ചെയ്ത് തന്നെ നള്ളിനെ ഡിഫീറ്റും ചെയ്യാം. ഇതൊക്കെ MCU സമ്മതിച്ചാലാണ് നടക്കുള്ളൂ. MCU സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ നടന്ന ഒരു ലോഡ് ഹീറോസിനെ നമുക്ക് ആ ഒരു പടത്തിൽ കാണാൻ പറ്റും. പോരാത്തതിന് നള്ള് കോൺക്വർ ചെയ്ത വേൾഡും അവിടെ എത്രത്തോളം ഹോപ്പ്ലെസ് ആണെന്നുള്ളതൊക്കെ കോമിക്സിനെ പോലെ തന്നെ ഡെപ്ത് ആയിട്ട് ഓഡിയൻസിന് കൊടുക്കാനും പറ്റും. താനോസ് ഹാഫ് പോപ്പുലേഷൻ വെച്ചിട്ട് പോയി. പക്ഷെ നള്ള് ചെയ്തത് മൊത്തം വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യലാണ്. ഹീറോസൊക്കെ ഒരുമിച്ച് പോരാടിയിട്ടും അവർക്ക് നള്ളിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനൊക്കെ നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ MCU സമ്മതിക്കണം. ഇനി സോണി മാത്രമാണ് ഇതെടുത്ത് ചെയ്യണമെങ്കിൽ അവർ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള അട്ടർ ഫ്ലോപ്പ് കൊടുത്തും കൊടുക്കാനിരിക്കുന്നതായിട്ടുള്ള കുറേ ഹീറോസ് ഉണ്ടല്ലോ, ഐ മീൻ ആൻറ്റി ഹീറോസ്, അവർക്കൊക്കെ ഒരു കംബാക്ക് കൊടുക്കാം. ക്രൈവൻ, മോർബിയസ്, വെനം, സ്പൈഡർമാൻ എന്നീ ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ ഒരു ഈവന്റിൽ കൊണ്ടുവന്ന് നിർത്താം. അവിടെ ഞാൻ മേഡം വെബ് ഒഴിവാക്കാണ്. അവരെനിക്ക് കാണണ്ട. ഇത് വെനത്തിന്റെ ആർക്കാവുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. സ്പൈഡർമാനെ ക്യാമിയോ അപ്പിയറൻസിലാണ് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെനത്തിന് ഈക്വലായിട്ട് നിർത്തണം. കാരണം അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടറിനെ സപ്പോർട്ടിംഗ് റോളായിട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാനും ചാൻസ് ഇല്ല. ഈ ഡിസ്കഷൻ എല്ലാം വാലിഡ് ആവുന്നത് നള്ളിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയുമ്പോൾ മാത്രമാണ്. അതായത് നള്ളിനെ അവർ കൊണ്ടുവരാൻ പോണത് വെനം 3ക്ക് വേണ്ടിയിട്ടാണോ അതൊരു അൾട്ടിമേറ്റ് എൻഡിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. ഇനി വെനം 3യുടെ അവസാനം വെനം സാക്രിഫൈസ് ചെയ്ത് നള്ളിന്റെ അടുത്ത് നിർത്തിനെ രക്ഷിക്കുന്ന കഥയൊക്കെയാണ് കൊണ്ടുവരാണെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം എന്നേ പറയാനുള്ളൂ. അങ്ങനെ കാണിക്കാനാണെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു വില്ലൻ ഇറക്കിയാൽ മതി. എന്തായാലും അപ്ഡേറ്റ്സോ പടം വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. See you next time with another video guys. This is CG signing off.